നമ്മളെ രേണു ചേച്ചിനൊക്കെ ഇന്റർവ്യൂ ചെയ്ത ആളാണെന്ന് വെച്ചു. അപ്പൊ അതെ അപ്പൊ ഓക്കെ ഇന്ന് ഞാൻ വരാം, കാരണം എനിക്ക് രണ്ട് പറയാനുണ്ടെന്ന് അങ്ങനെ ചോദിച്ചു നോക്കും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ ഈ ഷോയിൽ എന്തിനാണ് ഞാൻ ചോദിച്ചത്, എന്താണ് ഇപ്പൊ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് നേരിടേണ്ട ക്വസ്റ്റ്യൻസ് അവര് പറയില്ലായിരിക്കും. പക്ഷെ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ആ ഇന്റർവ്യൂ കാണുമ്പോൾ ഇവരെന്താ ഒന്നും മിണ്ടാത്ത, രണ്ട് വാക്ക് പറഞ്ഞൂടെ തോന്നി. നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ എടുത്തൊന്ന് ഇടയ്ക്ക് വായിക്കണം. അതിനകത്ത് നാട്ടുകാരുടെ കമന്റ്സ് ആണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് ജാള്യതയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ട് എന്തിനാണ് നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഈ ഷോ ഓഫ് കാണിക്കുന്നത്? എന്താണ് ഞാൻ എന്തായാലും നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചൊരു ചോദ്യം അതാണ്. രേണുസുതിയോട് വേറെ പലതും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ഈ പറഞ്ഞ പബ്ലിക് ചോദിച്ച ചോദ്യങ്ങൾ, ഒന്നും എന്റെ പേഴ്സണൽ സ്ക്രിപ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ല അതിനകത്ത്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നത്? ജനങ്ങളെ ഇറിറ്റേറ്റഡ് ആക്കില്ല. ഞാൻ ജനങ്ങൾ എന്ത് ഇറിറ്റേറ്റ് ആക്കുന്നത്? ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ അറിയാം, ഞാൻ എന്റെ കഴിവ്, എന്റെ കാര്യങ്ങൾ, ഡാൻസ്, പാട്ട്, റീൽസ് ചെയ്ത് ഞാൻ പോകുന്ന വ്യക്തിയാണ്. അതായത് ഞാൻ പേഴ്സണലി വേറെ ഒരാൾക്കും ഒരു നെഗറ്റീവ് ഇടാനോ അല്ലെങ്കിൽ ഇതാക്കാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് അവരെ ട്രോളാനോ ഞാൻ നിൽക്കാറില്ല.